ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ അൺബോക്സിംഗ് കാർഡിലൊക്കെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോമി 15 ആണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാം 12 GB 512 GB പെക്സിൽ ആകെ ഒരു പെക്സിൽ മാത്രമേ ഇന്ത്യയിൽ വരുന്നുള്ളൂ. ഒരു 60,000 രൂപയുടെ താഴെ നിങ്ങളൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ഹൈലി റെക്കമെൻഡഡ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. iPhone 16 ഒന്നും ഇതിൻ്റെ 7 അതിലകത്ത് എത്തില്ലടാ. 15 ആരും പിന്നെ പറയേണ്ട ആവശ്യമില്ല. സെയിം തന്നെയാണ്, വെറുതെ ക്യാമറ എടുത്ത് ബാക്കിൽ കിട്ടുന്ന മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാശ് കൊടുക്കുന്ന സാധനത്തിനുള്ള വാല്യൂ ശരിക്കും സാധനം തരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷോമിയുടെ ഒരു ബ്രാൻഡ് വാല്യൂ വെച്ചിട്ട് കുറേ പേര് ഈ റേഞ്ചിൽ ഫോൺ വാങ്ങിക്കില്ല, അതാണ് ഒരു മെയിൻ കുഴപ്പം. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന പ്രൈസിന് വാല്യൂ ഫോർ മണി എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ഹൈലി സാധനം ഇടടാ. ഇതിനെന്താ വെച്ചാൽ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഐഫോണായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഫോണിൻ്റെ അത്ര റീസെൽ വാല്യൂ കിട്ടില്ല. പിന്നെ ഇതിന് നമുക്ക് ചിലവ് ഭയങ്കര സെയിൽസ് കുറവായ സാധനത്തിന്, അതുകൊണ്ട് തന്നെ കുറച്ച് മാസങ്ങൾക്കുള്ള തന്നെ സാധനത്തിന്റെ പ്രൈസ് ഡ്രോപ്പ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ ഉണ്ടായിരുന്നത് നിങ്ങൾ ഈ ലോഞ്ചിങ് പ്രൈസിനൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ അത്രയും പ്രൈസിന് ഇത് വെറുത്തല്ല എന്ന് നമ്മൾ പറയാൻ കാരണം അതുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് സെയിൽസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സാധനം പ്രൈസ് ഡ്രോപ്പ് ആവും. നമ്മുടെ ഷോമി 14 പോലെ തന്നെ ലോഞ്ച് ചെയ്ത് 69,000 രൂപയ്ക്കാണ്, പക്ഷേ 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ സാധനം 50,000 താഴേക്ക് കിട്ടി തുടങ്ങിയതാണ്. പക്ഷേ ആ പ്രൈസിനൊക്കെ കിടിലൻ സാധനം ഉണ്ട്. അതിനായിട്ടും കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. സെയിം ലുക്കും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഞാൻ വൈറ്റ് തന്നെ എടുത്തത്, നമ്മൾ ഷോമി 14 എടുത്തത് വൈറ്റ് തന്നെയാണെന്ന് വെച്ചാൽ വൈറ്റ് ഒരു കിടിലൻ ലുക്ക് സാധനമായിട്ട് വരാം. ബ്ലാക്കിനായിട്ട് സാധാരണ എനിക്ക് മിക്കതും ബ്ലാക്ക് ഇഷ്ടപ്പെടാറ്, പക്ഷേ ഇതിൽ എനിക്ക് വൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് കാണിച്ചു തരാൻ വഴിയേ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഓഫ്ലൈനിൽ ഞാൻ വാങ്ങിച്ചത് ഓക്സിജൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അവർ അത്യാവശ്യം നല്ല ഡീലും കാരണം പിന്നെ നമ്മൾ എക്സ്ചേഞ്ച് ഓഫറായിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 40, 41, 42,000 രൂപയ്ക്കാണ് നമുക്ക് സാധനം കയ്യിൽ കിട്ടിയത്. പിന്നെ നിങ്ങൾക്ക് അറിയിക്കും ICICIൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ 5,000 രൂപയുടെ എക്സ്ട്രാ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് നമുക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾ ഓൺലൈൻ വാങ്ങിച്ചാലും ഓഫ്ലൈൻ വാങ്ങിച്ചാലും കിട്ടൂട്ടാ. ഞാൻ എന്തായാലും നമ്മുടെ എന്താ പറയുക ആമസോണിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. നമ്മുടെ റെഫറൽ ലിങ്ക് ആണ്, ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്, വൈറ്റ്, ബ്ലാക്ക്, പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ കളർ ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല, എനിക്ക് അങ്ങനെ പിടിച്ചില്ല. ഡിപ്പെൻസ് ആണ്, പിന്നെ ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ആണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കളർ പറഞ്ഞത് മാത്രമല്ല കേട്ടോ. നിങ്ങൾക്ക് നോക്കി വേണമെങ്കിൽ എന്ന് വെച്ചാൽ എല്ലാ ഓഫ്ലൈൻ ഷോപ്പിൽ അവൈലബിൾ അല്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ സ്പെക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഹൈപ്പർ വോയിസ് വരുന്നുണ്ട്, 1.5 AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് സ്നാപ്ഡ്രാഗൺ 8 ആണ് വരുന്നത്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്, അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ഉണ്ട്. ഇവരുടെ തന്നെ ഷോമി ഷീൽഡ് എന്ന് പറഞ്ഞൊരു ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. IP68 ആണ്. നമുക്ക് 90 വാട്ടിൻ്റെ വയർഡ് ചാർജിങ് വരുന്നുണ്ട്. കേസിൽ നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ എന്താ പറയുക ചാർജറും സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫുൾ ബോക്സ് നമുക്ക് സാധനം ഇത്രയും സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് നിങ്ങൾ എന്തായാലും ഒരു അൺബോക്സിങ് കണ്ടിട്ട് പോകാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് 3 ചാനലുണ്ട്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിക്കുക, ഫോളോ അടിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടാ. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് അതിൽ പേജ് ഫോളോ അടിച്ചാൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ ഷോമി 15 ബോക്സാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ ഓൾറെഡി മുമ്പൊക്കെ കൊണ്ടുണ്ടായിരിക്കും. നമുക്കിത് ആക്ച്വലി അത്യാവശ്യം നല്ല ഡീൽ. ഞാനിത് ഓഫ്ലൈനാണ് വാങ്ങിച്ചത് കേട്ടോ. നമ്മൾ ഒരു എക്സ്ചേഞ്ചും കൂടിയിട്ടാണ് വാങ്ങിച്ചത്. നമ്മൾ ഓക്സിജനാണ് വാങ്ങിച്ചത്. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഓക്സിജൻ്റെ ഡിജിറ്റൽ ഷോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ തൃശ്ശൂർ ഷോറൂമിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പോൾ ഞാൻ കുറച്ച് റീസെൻ്റ്ലി വാങ്ങിക്കുന്ന ഫോണുകളൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കുന്നത് നമുക്ക് നല്ല ഡീലിലും അതുപോലെ തന്നെ ഓഫറിലും അതുപോലെ തന്നെ എന്താ പറയുക എക്സ്ചേഞ്ചൊക്കെ ഓഫറായിട്ട് ആക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് അതുകൊണ്ട് വാങ്ങിക്കണം കേട്ടോ. ഇത് ആക്ച്വലി ആമസോണിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ മിക്ക ഷോപ്പുകളിലും ഞാൻ മൈജിയിൽ ചോദിച്ചപ്പോൾ അവരിൽ ഇല്ല എന്നാണ് പറഞ്ഞിട്ടാണ്. ഇവരുടെ അടുത്തും ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ അവർ വരുത്തി തന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വൈറ്റ് കളറാണ്, 12 GB 512 GB വേരിയൻ്റ്. നമുക്ക് ആകെ ഒരു വേരിയൻ്റ് മാത്രമേ നമുക്ക് ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ സാധനം ഓപ്പൺ ചെയ്തൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ബോക്സ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ഇതിൽ ഹൈപ്പർ വോയിസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 1.5K OLED അതായത് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ക്രിസ്റ്റൽ റെസൊല്യൂഷൻ 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. 60,000 രൂപയ്ക്ക് റേഞ്ചിൽ നല്ലൊരു കിടിലൻ ഫോൺ എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ നിങ്ങൾ iPhone 16 ഒക്കെ എടുക്കാൻ പോകുകയാണെങ്കിൽ അത് ഇതിൻ്റെ അടുത്ത് 7,000 കൂടെ പോകില്ല, സ്പെക്സ് വൈസ് ആയാലും ബാക്കി എന്ത് വൈസ് ആയാലും. അപ്പോൾ വാല്യൂ ഫോർ മണി നിങ്ങളൊരു സാധനം നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പറയുമ്പോൾ ഷോമി എന്നുള്ളൊരു ബ്രാൻഡ് നെയിം കുറേ പേർക്ക് വലിയ പെടുത്തേണ്ടാവില്ല ഈ റേഞ്ചിൽ. പക്ഷേ നമുക്ക് കൊടുക്കുന്ന പൈസക്ക് കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഇതിൽ ഹൈലി അപ്രിഷിയേറ്റഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പറയുമ്പോൾ പക്ഷേ ഇവർക്ക് ആപ്പിളിൻ്റെ ഐഫോണിൻ്റെ പോലെ ഒന്നും റീസെൽ വാല്യൂ കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ പ്രൈസ് പെട്ടെന്ന് ഡ്രോപ്പ് ആവും, അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും ഷോമി 14 ഞാൻ അതിന് മുമ്പും അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെയും നമുക്ക് ഇതുപോലെ നല്ല ഓഫറിലും ഡീലിലൊക്കെ പ്രൈസിൽ കിട്ടും. അതുകൊണ്ട് നമ്മൾ പറയാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വേണമെങ്കിൽ ആമസോണിൻ്റെ നമ്മുടെ റെഫറൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഓർഡർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ മറക്കണ്ട. എന്നാൽ 3 കളറിൽ നമുക്ക് അവൈലബിൾ ആണ്, ബ്ലാക്ക്, വൈറ്റ്, പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ പൾസ് ആണ്. സ്നാപ്ഡ്രാഗൻ്റെ 8 പ്രൊസറാണ് വരുന്നത്. ഷോമിയുടെ ഹൈപ്പർ ചാർജ് 90 വാട്ടിൻ്റെ വയർഡ് വരുന്നുണ്ട്. 50 വാട്ടിൻ്റെ വയർലെസ് വരുന്നുണ്ട്.
ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ആണ്. ഷവോമി ഷീൽഡ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ വരുന്നത്, ഇവരെ തന്നെ ഒരു ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ എന്താ പറയുക ഗൊറില്ല ഗ്ലാസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. ഇപ്പോൾ മിക്ക എല്ലാ ചൈനീസ് ബ്രാൻഡുകൾക്കും ഇപ്പോൾ അവരുടെ തന്നെ സെയിം സംഭവമുണ്ട് ഇപ്പോൾ. പിന്നെ നമുക്കിവിടെ ഷവോമി ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ബോക്സിൽ നമുക്കിവിടെ ലൈക്കേൻ്റെ പാർട്ണർഷിപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി അറിയിരിക്കും. നമുക്ക് അവിടെ നിന്ന് ഒരു കോൾ വരുന്നുണ്ട്, അത് നമ്മുടെ ആമസോൺ ഉണ്ട്. ഒരു മിനിറ്റ്, അത് നമുക്ക് ആമസോൺ ആയിരുന്നു കേട്ടോ. നമുക്ക് ആക്ച്വലി ഒരു റീപ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. ഞാനൊരു സോണിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്യാമറ സോണിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലാഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗോഡോക്സിന്റെ. അത് സാധനം ആകെ ഡാമേജ് ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ റീപ്ലേസ്മെന്റ് തന്നു. ഇപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ തെണ്ടിൻ്റെ കാശ് പോയി കിട്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ അവിടെ നിന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വീഡിയോ പർപ്പസിനോട് ഒന്നുകൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിലുണ്ടാകുന്ന IME നമ്പറൊക്കെ ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചിട്ടുണ്ട് ഫോണിലേക്ക്. അപ്പോൾ ഇതാണ് ഫോണിലിരിക്കുന്നത്. ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് റാപ്പിംഗ് ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഏതുണ്ട് വൈറ്റ് കളർ, ഒരു രക്ഷയില്ലാത്ത ഒരു ഇൻഹാൻഡ് ഫീൽ ആണ്. നമ്മൾ ശരിക്കും ഐഫോണിൻ്റെ അതേ സെയിം സൈസൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു കോമ്പാക്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഹൈലി റെക്കമെൻഡഡ് സാധനം കേട്ടോ. വേറെ ഒരു ഫോണും നമുക്ക് ഇതിൻ്റെ ഏരിയയിൽ ഞാൻ പറയാൻ പറ്റില്ല കോമ്പാക്ട് ഫോൺ. ഇപ്പോൾ തന്നെ ഇത് നമ്മുടെ X200 Pro ആണ് കണ്ടു, സൈസ് ഡിഫറൻസ് കണ്ടു. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ S20 നമ്മുടെ അൾട്രാ സാംസങ്ങിൻ്റെ കാണിച്ചു തരാം, കണ്ടു ഡിഫറൻസ് കണ്ടോ വേണമെങ്കിൽ. പിന്നെ ഓൾമോസ്റ്റ് നമുക്ക് ഇതിൻ്റെ പകുതി പ്രൈസ് 40 റേഞ്ചിലൊക്കെ വരുന്ന OnePlus 13R സൈസ് ഉണ്ട്. ഏറ്റവും നല്ല ചെറുത് കോമ്പാക്റ്റ് ആണ് ഭയങ്കര. അപ്പോൾ കോമ്പാക്ട് ഫോൺ പ്ലസ് നിങ്ങളൊരു എന്താ പറയുക ക്യാമറ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഹൈലി റെക്കമെൻഡ് ആണ്. അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ഓൺ ആയിരിക്കും. ഹൈപ്രോസിൻ്റെ നമ്മളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെറ്റപ്പ് ചെയ്യണം. നമുക്ക് എന്തായാലും ഒരു ഇനീഷ്യൽ എന്താ പറയുക ജസ്റ്റ് ഇനീഷ്യൽ ഓവർവ്യൂ പോലെ നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിപ്പോൾ പുതിയ ഇതായിട്ട് ചെക്ക് ചെയ്യാം. ഞാൻ സിമ്മ് ഇപ്പം ഞാൻ തൽക്കാലം ഇടുന്നില്ല. അപ്പോൾ എൻ്റെ ഓൾറെഡി എൻ്റെ 3 സിമ്മ് എൻ്റെ ഫോണിൽ ഓൾറെഡി 3 ഫോണിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് അടിച്ച് പോകാം. ഈ സിമ്മൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട് അവർ. അപ്പോൾ വേണമെങ്കിൽ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാൻ എന്താ വെച്ചാൽ അതിൽ നമുക്ക് എന്താ പറയുക അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഞാൻ അതിന് മുമ്പ് നമ്മുടെ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ബോക്സിൽ നമുക്ക് അവരെ തന്നെ ചാർജർ വരുന്നുണ്ട്. ഇതാ 90 വാട്ടിൻ്റെ ചാർജർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടൈപ്പ് A to ടൈപ്പ് C തന്നെ ആയിരിക്കും ഇത്. ഒരട്ടെ പുറത്തേക്ക് ഒരട്ടെ കണ്ടോ, ടൈപ്പ് A to ടൈപ്പ് C കേബിളും വരുന്നുണ്ട്. ഇവരെ എനിക്ക് ആകെ നോട്ടീസ് ചെയ്ത് വിവോൻ്റെ ആയിക്കോട്ടെ, X200 Pro ആയിക്കോട്ടെ, നമ്മുടെ OnePlus 13R ഒക്കെ ആയിക്കോട്ടെ, ഞാനിപ്പോൾ നോട്ടീസ് ചെയ്യുന്നത് ഇവരുടെ വയറിൻ്റെ ലെങ്ത് ഇവർ ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ട്. അതിനായിട്ടും ലെങ്ത് ആക്ച്വലി മുമ്പ് വരുന്നുണ്ടായിരുന്നു. അത് പക്ഷേ ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്ന വേറെ ബുക്ക്ലെറ്റ്സുകളും അതുപോലെ തന്നെ ഒരു കേസും നമുക്ക് ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കേസ് തന്നെയാണ്. ബ്ലാക്ക് ആണെന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. കണ്ടു ബ്ലാക്ക് കളറാണ്, അങ്ങനത്തെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. നമുക്ക് ഷോമിയുടെ ബ്രാൻഡിങ് ഇത് നമുക്ക് ആക്ച്വലി Xiaomi 14 നമ്മൾ ഓൾറെഡി Xiaomi 14 വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു. അതേൻ്റെ കൂടെ കിട്ടിയ അതേ സെയിം സാധനം തന്നെ കേട്ടോ കേസൊക്കെ. പിന്നെ നമുക്ക് അതിൻ്റെ റാപ്പിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് എന്തായാലും ഞാൻ ഫോൺ സെറ്റപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, ഒരു ലേറ്റസ്റ്റ് മാർച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിൽ ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ഫേസ് ലോക്കും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫാസ്റ്റ് കണ്ടോ, അൾട്രാസോണിക് ആണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഡിസ്പ്ലേ ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ, നല്ല കിടിലൻ ഡിസ്പ്ലേ. ഞാൻ പറഞ്ഞല്ലോ ഇത്രയും കോമ്പാക്ട് ഫോൺ നിങ്ങളൊരു 60,000 റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് iPhone 15 ആക്ച്വലി നമ്മുടെ എന്താ പറയുക ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഓഫറായിട്ട് 58,000 റേഞ്ചിലൊക്കെ കിട്ടുന്നില്ല. ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ നിന്നുണ്ട്. ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഐഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ 16ലേക്ക് പോകേണ്ട ആവശ്യമില്ല, 15 വാങ്ങിച്ചാൽ മതിയിട്ട് അത്രയും. അല്ലാണ്ട് 16ൽ അതിലില്ലാത്തൊരു മാത്രമേ ഇല്ല, ആകെ ആ ആപ്പിൾ നെൽസ് മാത്രമേ ഉള്ളൂ. അത് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുക പോലും ഇല്ല, അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ ഇതിൽ ആകെയുള്ളൊരു എനിക്ക് ഓണാക്കിയപ്പോൾ തന്നെ ഇഷ്ടപ്പെടാത്തൊരു സംഭവം എന്ന് പറയുന്നത് ഗെറ്റ് ആപ്പ് എന്നൊരു ആപ്പ് ഉണ്ട് ഇവരുടെ. ഇതിലെല്ലാം ഈ ചൈനീസ് സാധനങ്ങളൊക്കെ എല്ലാത്തിലും ഈ പരസ്യം വരാനുള്ള ഇതുപോലത്തെ കുറേ ചൂടായപ്പോൾ സംഭവങ്ങളായിരിക്കും. നമ്മുടെ ഇപ്പോൾ X200 Pro ആയാലും എല്ലാത്തിലും ഉണ്ട് ഇതുപോലത്തെ ഒരു OnePlus 13 എല്ലാത്തിലും ഉണ്ട് ഇതുപോലെ ഒരു കൂതറ ആപ്പ്. അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രോബ്ലം വേറെ ഉണ്ട്. ഇത് നമുക്ക് ഫോഴ്സ് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമല്ല ഉണ്ടോ, ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഭാഗ്യത്തിന് OnePlusൽ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ബാക്കി രണ്ടെണ്ണത്തിലും ഡിസേബിൾ ഓപ്ഷൻ ഇല്ല. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാ സാധനം ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ട് വരും. പിന്നെ അതല്ലാണ്ട് ബാക്കിയുള്ള കുറച്ച് ബ്ലോട്ട് വെയർസ് നോക്കി കഴിഞ്ഞാൽ അഗോഡ അങ്ങനത്തെ കുറച്ച് ആപ്പുകളുണ്ട്. പിന്നെ അത് നമുക്ക് അറിയായിരിക്കും, വലിയ ബ്ലോട്ട് വെയർസ് അതിനെ കറക്റ്റ് പറയാൻ പറ്റില്ല, പക്ഷെ അതൊക്കെ ഉണ്ട് കേട്ടോ. അഗോഡ ഉണ്ട്, പിന്നെ മീ സ്റ്റോർ, പിന്നെ പോട്ടവരുടെ ആപ്പ് വന്നിരിക്കും. അഗോഡ മാത്രം സെപ്പറേറ്റ് ഉള്ളൂ കേട്ടോ. പിന്നെ യൂട്യൂബും നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, വേറെ ഒന്നുമില്ല കേട്ടോ. ഈ രണ്ടെണ്ണമുള്ളൂ. ഫേസ്ബുക്ക് ഉണ്ട്, ആമസോൺ ഉണ്ട്, 3-4 ഉണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അതൊക്കെ നമുക്ക് എന്തായാലും കളയാം. പിന്നെ ആമസോൺ പിന്നെ നമുക്ക് ആവശ്യമുള്ളത്, അഗോഡ നമുക്ക് ആവശ്യമില്ല. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഡിസ്പ്ലേ സൂപ്പറാണ്, ഭയങ്കര കോമ്പാക്റ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കിതിൽ നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ടെന്നാണ് നമുക്ക് എന്തായാലും ഇതിപ്പോൾ പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ സാധനം തുറന്നിട്ടുള്ളൂ. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രൈസിനെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വൺ ഓഫ് ദി ബെറ്റർ വാല്യൂ ഫോർ മണി ഫോൺ എന്ന് തന്നെ പറയാം കേട്ടോ.
എന്താ നിങ്ങൾ മെസ്സേജ് വന്നോണ്ടിരിക്കുന്നത്? നെറ്റ് ഒന്ന് ഓഫ് ചെയ്യട്ടെ. പിന്നെ നമുക്ക് ഹൈലൈറ്റ് ക്യാമറ. അപ്പോൾ ക്യാമറ ആപ്പ് ഞാൻ തുറന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി എൻ്റെ പുതിയ അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. ഫ്രഷ് എന്ന് വെച്ചാൽ ലൈക്ക് ആ പാർട്ണർഷിപ്പ് ഉള്ളതാണല്ലോ, നിങ്ങൾക്ക് അറിയാം. ഫ്രഷ് ആൻഡ് വൈബ്രൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ ആൻഡ് റിയലിസ്റ്റിക് ഉണ്ട്. എനിക്ക് ആക്ച്വലി ഫ്രഷ് ആൻഡ് വൈബ്രൻ്റ് ആണ് നല്ലത്, ഇല്ല ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ ക്യാമറ ആപ്പിൻ്റെ ഇൻ്റർഫേസ് കണ്ടു. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഉദ്ഘാടനം തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു സെൽഫി മോഡൽ പോലത്തെ, സെൽഫി എന്ന് പറയാൻ പറ്റില്ല. ഇത് ഞാൻ ആക്ച്വലി നമ്മുടെ ഒരു സ്റ്റുഡിയോ ലൈറ്റ് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി നോക്കി നോക്കാം. ഫാസ്റ്റാണ്, ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, രക്ഷയില്ലാത്ത ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സൂമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ എൻ്റെ മുഖത്തെ പാടൊക്കെ കാണുന്നുണ്ട്. രക്ഷയില്ലാത്ത ക്വാളിറ്റി. 50 മെഗാപിക്സലിൻ്റെ 3 ട്രിപ്പിൾ ക്യാമറ തന്നെ വരുന്നത് നിങ്ങൾക്ക് അറിയാം. അത് എല്ലാത്തിലും നമുക്ക് ലൈക്കാൻ്റെ പാർട്ണർഷിപ്പ് വരുന്നത് 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. എല്ലാം ഇപ്പം ഞാൻ സെൽഫി ക്യാമറയും ജസ്റ്റ് ഒരു ഷോട്ട് എടുത്ത് കാണിച്ചു തരാം. എല്ലാം ഭയങ്കര ക്യുക്കാണ്. അതാ സെൽഫി ക്യാമറ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ള് കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ കിഡിലൻ ഫോൺ എന്ന് പറയാം. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഓഫ്ലൈനിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ പഴയ ഫോണൊക്കെ നിങ്ങൾക്ക് ആമസോണിലും എക്സ്ചേഞ്ച് പ്രൈസ് കിട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോണുകൾക്ക് അത്യാവശ്യം നല്ല പ്രൈസ് എക്സ്ചേഞ്ച് ഓഫർ കിട്ടുന്നുണ്ട്. അപ്പോൾ ആമസോണിൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫ്ലിപ്കാർട്ടിൽ പോലെ ഉടായ്പ സംഭവമൊന്നുമില്ല, ഈസി സംഭവമാണ്. ജസ്റ്റ് ഒരു ആപ്പ് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും, ഞാൻ കുറേ എണ്ണം ഇതുപോലെ ആമസോണിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കുറേ എണ്ണം ഓഫ്ലൈൻ, കുറേ എണ്ണം OLX ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ OnePlus 13 കൊടുക്കാൻ നോക്കുന്നുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയാൻ മറക്കണ്ട. നമുക്കിത് ഒരു 35 രൂപയ്ക്ക് ഞാൻ തരാം. ആക്ച്വലി നമുക്ക് ഇതിൻ്റെ OnePlusൻ്റെ മാഗ്നറ്റിക് കേസ് ഇൻക്ലൂഡ് ആണ്. അതായത് 1299 രൂപയുടെ ഇവരുടെ മാഗ്നറ്റിക് കേസ് ഉണ്ടല്ലോ, സാൻഡ്സ്റ്റോൺ മാഗ്നറ്റിക് കേസ് ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ 1 ഇയർ എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഓൾമോസ്റ്റ് 2.3 മാസം വാറണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ഇതിന് സാധനത്തിന്. അതിന് മുന്നൊരു 3999 രൂപയാണ് അതിന് നമ്മുടെ എക്സ്റ്റേണൽ വാറണ്ടി പാക്കേജ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് നമുക്കൊരു 35 രൂപയ്ക്ക് തരട്ടെ. നല്ല കിടിലൻ ഡീലാണ്. നിങ്ങൾക്കത് നിങ്ങളൊരു 40,000 രൂപയുടെ താഴെ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഫുൾ ബില്ല്, ഫുൾ ബോക്സ്, എല്ലാ സംഭവവും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ യൂസറൊന്നല്ല, എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ആകെ ഒരു ചാർജ് മാത്രം ഇതുവരെ ചെയ്തിട്ടുള്ളതുകൊണ്ട് നല്ല ബാറ്ററി ബാക്കപ്പ് ഇടുന്നത്. ഓൾറെഡി നമുക്ക് ഇതിൻ്റെ റിവ്യൂ സെപ്പറേറ്റ് വേറെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ Xiaomi 15 ഒരു ഇനീഷ്യൽ ഓവർവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം.